Good evening, students. How are you? I hope that you are all fine. Okay. Today we are going to do some exercise, some activity from your term 2 textbook. So please take your term 2 textbook and page number 10. In the last class we studied a story. Do you remember it? What was that? What is the name of the story? Yes, A Father's Love. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു സ്റ്റോറി പഠിച്ചില്ലേ? അതെ, എ ഫാദേഴ്സ് ലവ് എന്ന് വേറൊരു സ്റ്റോറി നമ്മൾ പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. 2 വീഡിയോ ആയിട്ടല്ലേ സാർ അത് ഇട്ടിരുന്നത്, ഓർക്കുന്നില്ലേ? ഒരു ഫാർമർ, റിച്ച് ഫാർമറിൻ്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ആ കഥയില്ലേ, ആ കഥ കഴിഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞായിരുന്നല്ലോ. ആ ടെക്സ്റ്റിൽ ബാക്കി അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കഥ മനസ്സിലായോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ആക്ടിവിറ്റി, ആ വർക്ക് നിങ്ങൾ ചെയ്യണം അല്ലേ? എക്സസൈസ് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം ഇല്ല, കുറച്ച് എക്സസൈസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? കഥ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു റിച്ച് ഫാർമറിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളി വലിയ പണക്കാരനായിരുന്നു അല്ലേ? പുള്ളിക്ക് 2 മക്കളുണ്ടായിരുന്നു. മൂത്തയാളെങ്ങനെയായിരുന്നു? അതെ, ഗുഡ് ആൻഡ് സിൻസിയർ. ഇളയാളെങ്ങനെയായിരുന്നു? യങ്ങർ സൺ ലേസി ആയിരുന്നു അല്ലേ? ജോലിക്ക് പോകത്തില്ലായിരുന്നു. പിന്നെന്തോ സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ? അച്ഛനോട് പപ്പയോട് ചെന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു അല്ലേ? എനിക്ക് വേണ്ട, എനിക്ക് തരേണ്ട പൈസ എങ്കിൽ തന്നേക്കാൻ അല്ലേ? അതെല്ലാം മേടിച്ചുകൊണ്ട്, പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് സൺ എങ്ങോട്ട് പോയി? യങ്ങർ സൺ എങ്ങോട്ട് പോയി? ദൂരെയുള്ളൊരു ഫാർ ഓഫ് കൺട്രി പോയി അല്ലേ? ദൂരെയുള്ളൊരു കൺട്രി പോയി, രാജ്യത്ത് പോയിട്ട് അടിച്ചു പൊളിച്ച് പൈസയെല്ലാം കളഞ്ഞ് ഒടുക്കം അല്ലേ പട്ടിണി കിടന്നു. ഓർക്കുന്നുണ്ടോ? വിശന്നപ്പം ഒരു പന്നിയെ മേയ്ക്കുന്നിടത്ത് മേടിക്കാനുള്ള ജോലി കിട്ടി അല്ലേ? പന്നിയെ നോക്കാൻ വേണ്ടി ആരണ്ടോടൊരു ജോലി കൊടുത്തു. അവിടെ നിന്നും കുറേ കഷ്ടപ്പെട്ടു അല്ലേ? പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ തിന്ന് ഒടുക്കം അതും കിട്ടാനില്ലാതായി. ദേശം മുഴുവനും ക്ഷാമം വന്നു അല്ലേ? അപ്പോൾ പുള്ളി എന്തോ ചിന്തിച്ചു, ഇതിലും ഭേദം എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു നല്ലത് അല്ലേ? അച്ഛൻ്റെ വീട്ടിൽ എനിക്ക് വേലക്കാരുണ്ടല്ലേ? വീട്ടിലെ വേലക്കാരൊക്കെ നല്ല ഫുഡും നല്ല ഡ്രസ്സും ഒക്കെ ഇടുമ്പം ഞാൻ മാത്രം ഇങ്ങനെ ദുരിതം അനുഭവിക്കുക അല്ലേ? ആ ചിന്ത വന്നപ്പം എന്ത് ചെയ്തു? തിരിച്ചു ചെന്നു അല്ലേ? തിരിച്ചു ചെന്നിട്ട് അച്ഛനെ കണ്ടപ്പം, അച്ഛൻ ദൂരെ നിന്ന് കണ്ടപ്പം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച്, അതെ. അപ്പോൾ അവന് അച്ഛനോട് സോറിയൊക്കെ പറയാൻ നോക്കി. പക്ഷേ അത് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പേ അച്ഛൻ അവനെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി, വീടിൻ്റെ അകത്ത് കയറ്റി അവനെ അല്ലേ? എന്നിട്ട് അവിടെ വലിയ സദ്യ ഒരുക്കി അല്ലേ? അവന് കയ്യെ മോതിരമൊക്കെ ഇടിയിച്ചു, ഡ്രസ്സ് കൊടുത്തു, നല്ല ചെരുപ്പ് കൊടുത്തു, നല്ല ഭക്ഷണവും എല്ലാം കൊടുത്തു അല്ലേ? അവനെ അവിടെ ഒരു വലിയ ആഘോഷവും ഒക്കെ നടന്നല്ലേ? അച്ഛൻ നല്ല സ്നേഹമുള്ളൊരു അച്ഛനായിരുന്നു അല്ലേ? എ ലവിങ് ഫാദർ അല്ലേ? ഓർക്കുന്നില്ലേ കഥയൊക്കെ? ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്ന അതിൻ്റെ അകത്ത് കുറച്ച് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഓർമ്മ എന്നോണം. കഥ കേട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം കേട്ടോ, മറക്കല്ലേ. ഒന്നുകൂടെ വീഡിയോ കണ്ടാൽ മതി, കഥ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി നോക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ഉള്ളൂ, നമ്മൾ അത് ജസ്റ്റ് നോക്കാം. ഇതും നമുക്ക് ഫുള്ളായിട്ടില്ല, കുറച്ച് ചോദ്യ ഉത്തരങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ചെറിയൊരു 1-2 ആക്ടിവിറ്റി നോക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ശരി, നമുക്ക് നോക്കാം. പേജ് നമ്പർ, പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 10. ടേം 2 ആണ്, 2ാമത്തെ പുസ്തകം. അതിലാണ് നമ്മുടെ കഥയുള്ള പുസ്തകമില്ലേ അത്. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ആദ്യം കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്, വൊക്കാബുലറി എന്ന് പറഞ്ഞ് കണ്ടില്ലേ? സെർവൻറ്റ്, നമ്മൾ പഠിച്ച വാക്കുകൾ ഓർമ്മയുണ്ടോ? അതൊന്ന് ഓർത്തെടുത്തേ. അതിനാണ് നിങ്ങൾ ആ പഠിച്ച വാക്കൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടുത്തെ തന്നേക്കുന്നത്. കണ്ടോ? സെർവൻറ്റ്, ഫാമിൻ, കമ്പൽ, കംഫർട്ട്. ഓർമ്മയുണ്ട്? സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ജോലിക്കാരൻ അല്ലേ? ഫാമിൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം, എന്ന് വെച്ചാൽ ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥ അല്ലേ? കമ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധിതനാവുക, നിർബന്ധിക്കുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ അല്ലേ? കമ്പൽ ചെയ്ത ആരായിരുന്നു? മകൻ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛനത് പൈസ കൊടുക്കാതിരിക്കാൻ വേറെ നിർവാഹമില്ല അല്ലേ? അതുകൊണ്ട് പൈസ കൊടുത്തുപോയി. കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? സ്വസ്ഥത അല്ലെ, ആശ്വാസം അല്ലേ? എൽഡർ എന്ന് പറഞ്ഞാൽ എൽഡർ സൺ, യങ്ങർ സൺ നമ്മൾ പഠിച്ച അവിടെ എൽഡർ സൺ, യങ്ങർ സൺ. എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്തയാൾ, യങ്ങർ എന്ന് പറഞ്ഞാൽ ഇളയത് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എൽഡറാണോ യങ്ങറാണോ? ബ്രദറോ സിസ്റ്ററൊക്കെ ഉണ്ടോ? യങ്ങർ ബ്രദർ സിസ്റ്ററൊക്കെ ഉണ്ടോ? അപ്പോൾ വാക്ക് മനസ്സിലായോ? എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്തയാൾ, യങ്ങർ എന്ന് പറഞ്ഞാൽ ഇളയാൾ അല്ലേ?
ഇനി വാക്ക് നോക്കി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വസ്തു അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പൈസ, സ്ഥലം, അങ്ങനെ എല്ലാം ആ മീനിങ്, അങ്ങനെ അർത്ഥം അല്ലേ, ആ എല്ലാ കാര്യങ്ങളും അത് വരും. കൺട്രി അല്ലേ, കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം. ഫാർ ഓഫ് കൺട്രി, ദൂരെയുള്ള ഏതോ രാജ്യത്താണ് പോയത്, ആര്, നമ്മുടെ എങ്കർസൺ. ഓക്കെ. പ്രിപ്പയർ എന്ന് വെച്ചാൽ ഉണ്ടാക്കുക. പ്രിപ്പയർ എ ഗ്രാൻഡ് ഫീസ്റ്റ് അല്ലേ, ഒരു വലിയ സദ്യ ഉണ്ടാക്കാൻ അല്ലേ. പ്രിപ്പയർ എന്ന് വെച്ചാൽ ഒരുക്കുക, ഉണ്ടാക്കുക അല്ലേ. വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം അല്ലേ. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ ആരാ, ഫ്രണ്ട്സ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഗുഡ് കമ്പാനിയൻ, ബാഡ് കമ്പാനിയൻ അല്ലേ, ഓർക്കുന്നില്ലേ വാക്ക്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതെ, നമ്മളൊരു കാര്യം സ്വീകരിക്കുക, അംഗീകരിക്കുക അല്ലെ, അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. സിൻസിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് ആൻഡ് സിൻസിയർ നമ്മൾ പറഞ്ഞ ആരായിരുന്നു, എൽഡർ സൺ അല്ലേ. സിൻസിയർ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരുന്നു അല്ലേ. ലാക്കിങ് മീൻസ് എന്തോ കുറവ്, പോരായ്മ അല്ലേ, പോരായ്മകളുണ്ട്, കുറവുണ്ട് അതല്ലേ. നമ്മുടെ അച്ഛൻ പറഞ്ഞ വാക്കാ, എന്താ അച്ഛൻ മകനോട് പറഞ്ഞു, നിനക്കിവിടെ ഒന്നിനൊരു കുറവുമില്ല അല്ലേ. പക്ഷേ അതവൻ കേട്ടോ, അതൊന്നും കേട്ടില്ല അവന്. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാണ്, പൗരൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനാണ് അല്ലേ, നിങ്ങൾ ഇന്ത്യൻ താമസിക്കുന്ന ഒരാളാണ് അല്ലേ. ആ രാജ്യത്തെ ഒരു പൗരൻ്റെ അടുത്താണ്, അവിടെ ഉള്ള ഒരാളുടെ അടുത്ത് നിന്നാണ് ജോലി ചോദിച്ചത്, പന്നിയെ നോക്കാനുള്ള ജോലി കിട്ടിയത് അങ്ങനെ അല്ലേ. ഓക്കെ. ഫീസ്റ്റ് ഓർമ്മയുണ്ടോ? ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ, വിരുന്ന് അല്ലേ. നിങ്ങൾ ഓണസദ്യ ഒരുക്കും അതല്ലേ, അതുപോലെ കല്യാണത്തിനൊക്കെ സദ്യ ഉണ്ടതില്ലേ, ഫീസ്റ്റ്, വിരുന്ന്, സദ്യ, അങ്ങനെയൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. ലേസി എന്ന് പറഞ്ഞാൽ മടിയൻ. നിങ്ങൾ മടിയനാണോ, മടിയുണ്ടോ? നിങ്ങളങ്ങനെയുള്ളതൊന്നുമല്ല അല്ലേ, നല്ല മിടുക്കരാ. ഓക്കെ. ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയത്തില്ലേ, ലിസൺ പ്ലീസ്. ടോൺ എന്ന് പറഞ്ഞാൽ TORN, ടോൺ എന്ന് പറഞ്ഞാൽ കീറുക അല്ലേ. മെറി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ലേ. മെറി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നില്ലേ ആ വാക്ക്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആക്കുക അല്ലേ, പാഴാക്കല് എന്ന് പറയത്തില്ലേ, നമ്മൾ വെറുതെ വെള്ളം വേസ്റ്റ് ആക്കരുത് എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറഞ്ഞതാണ് ഏതാണ്, അഡ്വൈസ്. സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക, തിന്നാനും കുടിക്കാനൊന്നും ഇല്ലാതെ പട്ടിണി കിടക്കുക, അതാണ് സ്റ്റാർവിങ്. ഓക്കെ. ഇത്രയും വാക്കൊന്നും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. ഇനി നമുക്ക് ബാക്കി നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ സെഡ് ദ ഫോളോയിങ്, റൈറ്റ് ഫാദർ ഓർ സൺ എഗെയിൻസ്റ്റ് ദ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് നോക്കിയേ. നിങ്ങളുടെ വീഡിയോ ക്ലിയർ അല്ലെങ്കിലേ ഈ ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇച്ചിരി ക്വാളിറ്റി ഒന്ന് കൂട്ടിയിട്ടാൽ, സെറ്റിങ്സിൽ കയറിയിട്ട് യൂട്യൂബിൽ ക്വാളിറ്റി ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുക്കണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന നോക്ക്, നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ക്വാളിറ്റി കൂട്ടിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സാറ് കുറച്ചുകൂടെ വലുപ്പം കൂട്ടേണ്ടി വരും. ഓക്കെ. ഇവിടെ കുറച്ച് ഒരു 7-8 സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തോ ചെയ്യണം, ഈ സെൻറ്റൻസ് എടുത്തിട്ട് ഇത് ആര് പറഞ്ഞതാണ് ചോദ്യം. ഈ വാക്കുകൾ ആരൊക്കെ പറഞ്ഞതാണ്, ആരൊക്കെയാണെന്ന് നോക്ക്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രധാന വ്യക്തികൾ ആരൊക്കെയായിരുന്നു കഥയിലെ? യങ്ങർ സണ്ണും ഫാദറും അല്ലേ, രണ്ടുപേരും അല്ലേ പ്രധാന ആളുകൾ. അപ്പം ഇവിടെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വാക്കുകൾ ഈ ഫാദറോ അല്ലെങ്കിൽ യങ്ങർ സണ്ണോ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ സെൻറ്റൻസ് വായിക്കുക. അപ്പോൾ അത് ആര് പറഞ്ഞതാണെന്ന് പറയണം. ഫാദറാണോ പറഞ്ഞത് അതോ സണ്ണാണോ പറഞ്ഞതെന്ന് പറയണം. യങ്ങർ സണ്ണാണ് പറഞ്ഞത്, മൊത്തം യങ്ങർ സണ്ണിനെ ഉദ്ദേശിച്ചാൽ കേട്ടോ. യങ്ങർ സണ്ണാണ് ഇവിടെ മൂത്ത. എൽഡർ സണ്ണ് ഇപ്പം ഈ ഇത് പറഞ്ഞിട്ടില്ല. യങ്ങർ സൺ പറഞ്ഞ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഫാദർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളവിടെ സൺ പറഞ്ഞതാണെങ്കിൽ SON സൺ എഴുതിയാൽ മതി, മനസ്സിലായി? ആ ബോക്സിൽ നേരെ അങ്ങ് എഴുതിയാൽ മതി, എടുത്തെഴുതണം. അച്ഛൻ പറഞ്ഞതാണ് സെൻറ്റൻസ് എങ്കിൽ നിങ്ങളതവിടെ ഫാദർ എന്ന് എഴുതണം. അപ്പോൾ സെൻറ്റൻസ് വായിച്ച് നോക്കാം. അപ്പോൾ വായിക്കുമ്പോൾ അറിയാം, കഥ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ നോക്കിയേ, ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. കണ്ടോ, ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. അതാര് പറഞ്ഞ? ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. അച്ഛനാണോ മകനാണോ പറഞ്ഞത്? ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തരേണ്ട ആ പങ്ക്, ആ പൈസ അല്ലെങ്കിൽ വസ്തു അതെങ്കിൽ തന്നേക്കാൻ പറഞ്ഞതാരാ? അങ്ങനെ പറഞ്ഞ ആരാ? ഓർക്കുന്നില്ലേ? ആരാ പറഞ്ഞേ? കറക്റ്റ്, സൺ. അപ്പോൾ എഴുതിക്കുക അവിടെ SON സൺ എന്ന് എഴുതിയോ? SON സൺ. യു ആർ ടു യങ് ടു ഗോ ഔട്ട് എലോൺ. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ആയിട്ടില്ല, നീ ചെറിയതാണ് എന്ന് പറഞ്ഞതാരാ? നീ ഒരുപാട് ചെറുപ്പമാണ്, നീ ഇപ്പോഴേ വീട് വിട്ട് പോകാറായിട്ടില്ല എന്ന് പറഞ്ഞതാരാണ്? യു ആർ ടു യങ് ടു ഗോ ഔട്ട് എലോൺ. കറക്റ്റ്. ആരാ? ഫാദർ അല്ലേ? ഫാദർ ഏത് പറഞ്ഞേ? ഫാദർ. കറക്റ്റ് സ്പെല്ലിങ് എഴുതണേ,
THER. Then please stay with me. എൻ്റെ കൂടെ തങ്ങണം, നീ പോകരുത്, എൻ്റെ കൂടെ തങ്ങണം എന്ന് പറഞ്ഞ ആരാ? ഇവിടെ തന്നെ നിൽക്കണം, താമസിക്കണം എന്ന് പറഞ്ഞത് ആരാ? പ്ലീസ് സ്റ്റേ വിത്ത് മീ. ടെക്സ്റ്റ് നോക്കിയേ, ആരാ നോക്കിയേ? കറക്റ്റ്, ആരാ? ഫാദർ. അതും ഫാദറാണ്. ഓക്കെ, അടുത്തതാരാ പറഞ്ഞത് നോക്കിയേ? ലെറ്റ് മീ ഗോ ബാക്ക് ടു മൈ ഫാദർ. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും അല്ലേ? ലെറ്റ് മീ ഗോ ബാക്ക് ടു മൈ ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? സൺ അല്ലേ? അടുത്ത് നോക്കിയേ, ഐ ആം നോട്ട് ഫിറ്റ് ടു ബി കോൾഡ് യുവർ സൺ. നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഐ എം നോട്ട് ഫിറ്റ് ടു ബി കോൾഡ് യുവർ സൺ അല്ലേ? എൻ്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ ആരാ? സൺ അല്ലേ? മൈ സൺ ഹു വാസ് ഡെഡ് ഈസ് എലൈവ് നൗ. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഫാദർ അല്ലേ? ഫാദറാണത് പറഞ്ഞത്. ഫാദർ അല്ലേ? അടുത്ത നോക്കിയേ, പ്രിപ്പയർ എ ഗ്രാൻഡ് ഫീസ്റ്റ് എന്ന് പറഞ്ഞ ആരാണ്? പ്രിപ്പയർ എ ഗ്രാൻഡ് ഫീസ്റ്റ്, ഒരു വലിയ സദ്യ ഒരുക്കാൻ പറഞ്ഞത് ആരാ? ഫാദർ അല്ലേ? ഫാദറല്ലേ പറഞ്ഞേ? നോക്കി, ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ക്ലോത്ത്സ്, ഏറ്റവും നല്ല വസ്ത്രം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് ആരാ? FATHER ആണേ. സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതണേ, നിങ്ങൾക്ക് അറിയാമല്ലോ സ്പെല്ലിങ്. ഓക്കെ, ഇനി നോക്കിയേ, താഴെ കുറച്ച് വാക്ക് തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കണം. എന്ത് ഈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ? അപ്പം ഓപ്പോസിറ്റ് വാക്കെന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ദ ഓപ്പോസിറ്റ് എന്നാണ് ചോദിച്ചേങ്ങനെ. എന്താണ് ഓപ്പോസിറ്റ്? നല്ലതെന്നുള്ള വാക്കില്ലേ? നല്ല സാധനമാണ്. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ഇത് നല്ലതാണ്, എന്നാൽ ചിലപ്പോൾ ചിലർ പറയും ഇത് ചീത്തയാണ് അല്ലേ? അങ്ങനെ പറയത്തില്ലേ? നല്ലത് മോശമായത് അല്ലെങ്കിൽ ചീത്തയായത് അല്ലേ? അപ്പോൾ അത് രണ്ടും എന്താണ്? രണ്ടും തമ്മിൽ ചേരത്തില്ല. രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വാക്കുകളാണ് അല്ലേ? വേറെ എക്സാമ്പിൾ നോക്കിയേ, ഗുഡ് ആൻഡ് ബാഡ്. നമ്മൾ പറഞ്ഞില്ലേ ഗുഡ് ബോയ്, ബാഡ് ബോയ് എന്ന് പറയുക അതെങ്ങനെ? അതെ, ഓപ്പോസിറ്റാണ്. അത് ഒരു വാക്ക് മറ്റൊന്നിനെതിരെ നിൽക്കുന്ന വാക്കാണ് അല്ലേ? നമ്മൾ പറയത്തില്ലേ നല്ല വെള്ളം അല്ലെങ്കിൽ പന്നവെള്ളം എന്ന് പറയത്തില്ലേ? രണ്ടും എന്താണ്? രണ്ട് ദിശയിൽ രണ്ട് ദിക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നല്ലത് മോശമായത് ചീത്തയായത് അല്ലെങ്കിൽ പന്നവെള്ളം എന്ന് പറയുമ്പം രണ്ട് ഓപ്പോസിറ്റാണ്. ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേ വാക്ക് അല്ലേ? ഇപ്പോൾ മനസ്സിലായോ ഏകദേശം? ഇനി നോക്കാം, കുറച്ച് വാക്ക് കാണും നിങ്ങൾ മനസ്സിലാവും. റിച്ച് എന്നുള്ള വാക്കിന് എന്താണ് ഓപ്പോസിറ്റ് വാക്ക്? ചിന്തിച്ചേ. റിച്ച് എന്ന് പറഞ്ഞാൽ പൈസയുള്ള അല്ലെങ്കിൽ ധനികനായ, അതാണ് മീനിങ്. അതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ധനികൻ അതിന് ഓപ്പോസിറ്റ് എന്തായാലും ദരിദ്രൻ അല്ലേ? പൈസ ഇല്ലാത്തവൻ. പൈസ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് എതിരായുള്ള വാക്ക് ഏതാണ്? ഓപ്പോസിറ്റായിട്ടുള്ള വാക്ക്, അതിനെതിരായിട്ടുള്ള വാക്ക് എന്താണ്? പൈസ ഇല്ലാത്തവൻ അല്ലേ? അപ്പോൾ അതിനൊരു വാക്ക് കണ്ടുപിടിച്ചേ. റിച്ചാണ് തന്നിരിക്കുന്ന വാക്ക്, അതിന് ഓപ്പോസിറ്റായിട്ടൊരു വാക്ക് പറ. പൂവർ അല്ലേ? പൂവർ. POOR, പൂവർ മാൻ കേട്ടിട്ടില്ലേ? പൂവർ. റിച്ചിന് ഓപ്പോസിറ്റ് എന്താണ്? പൂവർ അല്ലേ? ഇനി മെനി എന്നൊരു വാക്ക് നോക്കിയാൽ, മെനി ധാരാളമായിട്ട്, ഒരുപാട്. മെനി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, ധാരാളം. അതിന് നേരെ എതിരായുള്ള വാക്ക് എന്തായിരിക്കും? ഒട്ടുമില്ല, ഒന്നുമില്ല, അല്ലെങ്കിൽ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അതല്ലേ ആ ഒരു അർത്ഥമല്ലേ വരുന്നത്. അപ്പോൾ നോക്കിയേ, അതിന് നമ്മൾ എഴുതേണ്ട വാക്ക് ഏതാണ്? ഫ്യൂ. FEW. മെനി എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള വാക്ക് ഏതാണ്? കുറവേ ഉള്ളൂ അല്ലേ? ഫ്യൂ. മനസ്സിലായി? ഈ തന്നിരിക്കുന്ന വാക്ക് പ്രത്യേകം നോക്കിയേ. അതെ, ഒരാൾ വരുന്ന വാക്കല്ല മറ്റേ ആൾ പറഞ്ഞത്, നേരെ എതിരെയുള്ള വാക്കാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ആ സ്വഭാവമാണ് ഈ വാക്കുകൾ തമ്മിലുള്ള പ്രത്യേകത കേട്ടോ. ഈ ഓപ്പോസിറ്റ് വാക്ക് എന്താണെന്ന് മനസ്സിലാക്കാനാണ് സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആൾ ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ആൾ ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അതാണ് ഈ വാക്കുകളുടെ പ്രത്യേകത. അതാണ് ഈ ഓപ്പോസിറ്റ് വാക്കെന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്ക് ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് വിളിക്കണം നമുക്ക്. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അങ്ങോട്ട് പോടാന്ന് പറയും. അപ്പോൾ ഉടനെ അയാൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അപ്പം അങ്ങോട്ട് പോകണമെന്ന് അയാളോട് നമുക്ക് പറയണമെങ്കിൽ
അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അയാളോട് എന്ത് പറയും? നീ അങ്ങോട്ട് പോടാ എന്ന് പറയാതെ ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? എന്ത് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായി? ഓപ്പോസിറ്റ് എന്നുള്ള വാക്ക് മനസ്സിലായോ? അത് പറയാൻ വേണ്ടി എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് കേട്ടോ. അത് മനസ്സിലായല്ലോ? ഇന്ന് നോക്കി, റിച്ച് കണ്ടില്ലേ? ധനികനായെന്ന് പറഞ്ഞാൽ റിച്ച് മാൻ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് എന്താണ്? നേരെ ഓപ്പോസിറ്റുള്ള വാക്ക് ഏതാണ്? പുവർ മാൻ അല്ലേ? അപ്പോൾ റിച്ച് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് പുവർ. മെനി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്താണ്? ഒന്നുമില്ല അല്ലേ? മെനി, ഫ്യൂ. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായല്ലോ? ഇനി ഒരു വാക്ക് നോക്കിയേ, ഫാർ, FAR, ഫാർ. നമ്മൾ ഫാർ ഓഫ് കൺട്രി പറഞ്ഞു, ദൂരെയുള്ള രാജ്യം. നിങ്ങൾ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് എന്താണ് അർത്ഥം? നിങ്ങൾ ഒരുപാട് അടുത്താണ് നിൽക്കുന്നത്, ഏറ്റവും അടുത്ത് അല്ലേ? അപ്പോൾ അതിന് ഇംഗ്ലീഷ് എന്താ നോക്കി? ഫാർ, നിയർ. NEAR നിയർ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലേ? നിയർ. ഇനി നോക്കി അടുത്ത വാക്ക് നോക്കി, ലാർജ്, ഏറ്റവും വലുത്. അതിന് ഓപ്പോസിറ്റ് വാക്ക് പറ. അറിയാം, എളുപ്പമല്ലേ? ലാർജ്. സ്മോൾ, ചെറുത്, ഏറ്റവും ചെറുത് അല്ലേ? ഏറ്റവും ചെറുത്. വലുതെന്നുള്ളതിന് ഓപ്പോസിറ്റ് വാക്ക് ഏറ്റവും ചെറുത്. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ഈ വാക്കുകളെല്ലാം പ്രത്യേകത നമ്മൾ എന്ത് പറയുന്നതിന് നേരെ എതിരാണ്, ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. മനസ്സിലായി? ആ ഒരു രീതിയാണ് ഈ ഓപ്പോസിറ്റ് വാക്കുകളിലെല്ലാം. അതാണ് ഓപ്പോസിറ്റ് വാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ രീതിയിലാണ്. ഇനി നോക്കിയേ, ഇനി കുറച്ച് വാക്കുകളുണ്ട്, അതും കൂടെ നോക്കിയേ. ഡേർട്ടി, DIRTY. ഡേർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൃത്തികെട്ട് അല്ലെങ്കിൽ അഴുക്ക് അല്ലേ? അതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? നേരെ വിപരീതം എന്താണ്? ക്ലീൻ അല്ലേ? അല്ലെങ്കിൽ നീറ്റ്. ആ രണ്ട് വാക്കും വരും കേട്ടോ, ക്ലീൻ അല്ലെങ്കിൽ നീറ്റ്. നമുക്കിവിടെ ക്ലീൻ ഉള്ള വാക്ക് എഴുതാം, CLEAN. കണ്ടോ? ക്ലീൻ, വൃത്തിയുള്ള അല്ലേ? വൃത്തികെട്ടാന്ന് പറയത്തില്ലേ? ഇവിടെ എല്ലാം അഴുക്ക, വൃത്തികേടാന്ന് പറയും. അതിന് ഓപ്പോസിറ്റ് നമ്മൾ വൃത്തിയാക്കാൻ പറയും, ക്ലീൻ ചെയ്യാൻ പറയും അല്ലേ? ഇനി അടുത്ത വാക്ക് കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് തീർക്കുക. കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ സാറേ ഇവൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞു, അവൻ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരാൾ നമ്മൾ പറയും, അപ്പം അതിന് നേരെ എതിർ വാക്ക് എന്താണ്? സാറേ ഇവൻ കംപ്ലീറ്റ് ചെയ്തു. ആ വാക്ക് നമ്മൾ പറയുകയാണെങ്കിൽ തിരിച്ച് അതിന് നേരെ ഓപ്പോസിറ്റ് വാക്ക് എന്തായിരിക്കും? സാറേ ഇവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് ഇംഗ്ലീഷ് വാക്ക് എന്താ? അങ്ങനെ വാക്കുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു പോകണം, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എനിക്കറിയാം. ഇൻകംപ്ലീറ്റ്. എന്താണ്? ഇൻകംപ്ലീറ്റ്. സ്പെല്ലിങ് നോക്കണേ. ഇത് സാറിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആകത്തില്ല, ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം സ്പെല്ലിങ്. INCOMPLETE. കണ്ടോ? INCOMPLETE. ഇൻകംപ്ലീറ്റ്. ആ കംപ്ലീറ്റ് എന്നുള്ള വാക്കിന് ഇപ്പുറത്ത് നമ്മൾ ഒരു ഇന്നും കൂടെ ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഡെഡ് എന്ന് പറഞ്ഞ വാക്കിന് എന്താ? മരിച്ചുപോയി അല്ലേ? മരിച്ച. അത് ഇവിടെ കഥയിൽ തന്നെ ഉണ്ട്. അതിന് ഓപ്പോസിറ്റ് ഡെഡ് എന്നുള്ളത് മരിച്ച. അതിന് ഓപ്പോസിറ്റ് എന്താണ്? ജീവിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ വരണ്ടേ? അപ്പോൾ അതിനുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താ? ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഇംഗ്ലീഷിന് വാക്ക് എന്താ? ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാനുള്ള ഇംഗ്ലീഷ് വാക്ക് എലൈവ്. വാക്ക് പഠിച്ചോണേ. ഹീസ് എലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ അച്ഛൻ പറഞ്ഞു അല്ലേ? എങ്ങർസൺ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു മരിച്ചവനായിരുന്നു അല്ലേ? ഹി വാസ് ഡെഡ് ബട്ട് നൗ ഹീസ് എലൈവ്. മരിച്ചവനായിരുന്നു, പക്ഷേ ഇപ്പം ആൾ ജീവനോടുണ്ട്. ഇനി ഒരു വാക്കുകൊണ്ട് നോക്കിയാൽ ലോസ്റ്റ്, LOST. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടമായിപ്പോയി, കളഞ്ഞുപോയി അല്ലേ? കളഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് അല്ലേ? അതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? കണ്ടുകിട്ടി അല്ലേ? എനിക്ക് കിട്ടി അല്ലേ? നമ്മൾ സാറും പറഞ്ഞില്ലേ എൻ്റെ പൈസ കാണുന്നില്ല, കളഞ്ഞു പോയെന്ന് തോന്നുന്നു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് തപ്പിയപ്പോൾ പൈസ കിട്ടി. അപ്പോൾ എന്ത് പറയും? കണ്ടുകിട്ടി അല്ലേ? അപ്പോൾ അതിന് ഇംഗ്ലീഷ് എന്താ വരുന്നത് നോക്കിയേ? ലോസ്റ്റ്. അതിന് ഓപ്പോസിറ്റ് എന്താണ്? ഫൗണ്ട്. FOUND. ഫൗണ്ട്. അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാ അതൊക്കെ, സിമ്പിളല്ലേ? FOUND. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഒരു 7 ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ നിങ്ങൾക്ക് ഓവറാവണ്ട കേട്ടോ, അപ്പോൾ അതൊക്കെ ചെയ്തു പോയാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വാക്കെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. വാക്കെല്ലാം നിങ്ങൾ കാണാൻ പഠിക്കണം. അതെ, എപ്പോൾ ചോദിച്ചാലും വാക്കിൻ്റെ അത് നിങ്ങൾ എഴുതാൻ പഠിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റൂ കേട്ടോ. അതുപോലെ ഈ കഥ നിങ്ങൾ വായിക്കണം, ഒന്നുകൂടെ വായിക്കണം, ഫുള്ള് വായിക്കണം. നിങ്ങൾ ചിലർ പറഞ്ഞു എന്നോട്
ആദ്യത്തെ ഒരു പേജ് വായിച്ചോളൂ സാറേ എന്ന്. അത് പറ്റത്തില്ല, ഫുള്ള് വായിക്കണം എങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, വായിക്കണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, ഉറപ്പാന്നേ. വായിക്കണം, മറക്കരുത്. എപ്പോൾ വേണേലും ഞാൻ ഇടയ്ക്കൊരു പരീക്ഷയൊക്കെ ഇടും. അത് ചിലപ്പോൾ പറയത്തില്ല, അന്നേരം നിങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം പഠിച്ചു വെച്ചേക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് ചെയ്യിക്കും. ഓക്കെ, ഇതൊക്കെ എഴുതിയെടുക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ നല്ല കഥയൊക്കെ ഇനിയുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വരാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഗ്രാമറൊക്കെ ഒന്ന് പഠിക്കണം. ഗ്രാമർ അവിടെ കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് രസകരമായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ പഠിക്കണം. പഠിക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.